ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഇതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ബാക്കി കണക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയും. കണക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ചെറിയൊരു ഐഡിയ ഉണ്ടായാൽ നമുക്കത് ചെയ്യാനും പറ്റും. ഇവിടെ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. 4 point masses m, 2m, 3m and 4m are connected by a light rod. The distance between any two consecutive masses is a. Find the moment of inertia and radius of gyration about an axis passing through the first mass and perpendicular to the rod. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എം എന്ന് പറയുന്നൊരു മാസ്, 2m എന്ന് പറയുന്ന മറ്റൊരു മാസ്, 3m എന്ന് പറയുന്നൊരു മാസ്, 4m എന്ന് പറയുന്ന മാസ്, ഇങ്ങനെ 4 മാസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ 4 മാസുകളിൽ ഓരോ അടുത്തടുത്ത 2 മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എ ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ 2 മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ആണ്, അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയും റേഡിയസ് ഓഫ് ഗൈറേഷനും കാണണം. എബൌട്ട് ആൻ ആക്സിസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് മാസിൽ കൂടെ കടന്നു പോകണം. അതേപോലെ നമ്മുടെ ഈ റോഡിന് പെർപെൻഡിക്കുലർ ആണ്. റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാസുകളെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരു റോഡ് വെച്ചിട്ടുണ്ട്. ആ റോഡിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ആക്സിസ് നമ്മുടെ ഫസ്റ്റ് മാസിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന ആക്സിസിന് എബൌട്ടായിട്ടുള്ള ഈ 4 മാസുകളുടെയും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ സമ്മും അതേപോലെ റേഡിയസ് ഓഫ് ഗൈറേഷനും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് I = സിഗ്മ mr² ആണ്. അപ്പോൾ ഇവിടെ 4 മാസ് ഉണ്ട്. ഈ 4 മാസിനും ഈ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെല്ലാം കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നോക്കുക. ഫസ്റ്റ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാസ്. ഈ ഫസ്റ്റ് മാസിന് ആക്സിസിൽ ഡിസ്റ്റൻസ് 0 ആണ്. സോ m × 0² എന്ന് വരും. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാസ് 2m ആണ്, ഡിസ്റ്റൻസ് a ആണ്. സോ 2m × a² എന്ന് വന്നു. പ്ലസ് മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3m എന്ന് പറയുന്ന മാസമാണ്, ഡിസ്റ്റൻസ് a + a, 2a ഡിസ്റ്റൻസിന്. അപ്പോൾ 3m × 2a² ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. പ്ലസ് അടുത്ത മാസ് 4m ആണ്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ a 3a ഉണ്ട്, 3a ഉണ്ട്. സോ 4m × 3a². ഇതെല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 ma² എന്ന് കിട്ടും ആൻസർ. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? 50 ma². ഇനി നമ്മളോട് റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഓഫ് ഗൈറേഷന് നമുക്കൊരു ഇക്വേഷൻ അറിയാം. I = mk² ആണ്. ഇവിടെ m എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലുള്ള മാസാണ്. മൊത്തത്തിലുള്ള മാസ് എന്ന് പറയുമ്പോൾ 4m, 3m, 2m, m എല്ലാം കൂടെ കൂട്ടിയതാണ്. അപ്പോൾ എത്ര കിട്ടുക? 4m + 3m + 2m + m എന്ന് പറഞ്ഞാൽ 10m ആണ് കിട്ടുക. അപ്പോൾ 10m എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 10m × k² ആണെന്ത്? I നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 50 ma². അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. 50 ma² is equal to 50 ma² is equal to mk² എന്ന്. m എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10m × k². ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട k ആണ്. അപ്പോൾ k² എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഈ 10m അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 5a² എന്ന് കിട്ടും. അപ്പോൾ k = √5a. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് മേക്കിംഗ് എ കംപ്ലീറ്റ് റെവല്യൂഷൻ ഇൻ 27.3 days. ചന്ദ്രൻ നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഒരു പ്രാവശ്യം മുഴുവനായിട്ട് കറങ്ങണമെങ്കിൽ 27.3 ദിവസം കഴിയണം. അസ്യൂമിങ് ദ ഓർബിറ്റ് സർക്കുലർ ഓർബിറ്റിലാണ് കറങ്ങുന്നത്. ആൻഡ് ആസ് എ റേഡിയസ് ഓഫ് 3.8 × 10⁸ മീറ്റർ. അപ്പോൾ ഇത് നമ്മുടെ ചന്ദ്രനാണെങ്കിൽ, ഇത് നമ്മുടെ ഭൂമിയാണെങ്കിൽ, ഭൂമിയുടെ ചുറ്റും ഒരു പർട്ടിക്കുലർ പാത്ത്, ആ പാത്തിൽ കൂടി ആര് കറങ്ങുന്നുണ്ട്? നമ്മുടെ ചന്ദ്രൻ കറങ്ങുന്നുണ്ട്. ചന്ദ്രൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? 3.8 × 10⁸ മീറ്റർ. അതേപോലെ തന്നെ എത്ര ദിവസം എടുക്കും ഇത് കറങ്ങിങ്ങനെ തിരിച്ചു വിടത്താനായിട്ട്? 27.3 days എടുത്തു. കാൽക്കുലേറ്റ് ദ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? A = കുറേ ഇക്വേഷൻ ഉണ്ട്, 3 ഇക്വേഷൻ. A = v² / r, A = r r ω²,
എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്വേഷൻ നമ്മൾ അതുപോലെ എ ഈസ് ഈക്വൽ ടു വി ഒമേഗ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എടുത്തു. അപ്പോൾ നമുക്ക് വിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വിയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? വിയുടെ വാല്യൂ തന്നിട്ടില്ല. പക്ഷേ ഏത് തന്നിട്ടുണ്ട്? ആർ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ 3.8 × 10⁸ മീറ്റർ. അപ്പോൾ വി കണ്ടുപിടിക്കണം. അപ്പോൾ വി കണ്ടുപിടിക്കാൻ നമ്മുടെ മുമ്പിൽ എന്താ വഴി? നമുക്കറിയാം വി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് ബൈ ടൈമാണ് വെലോസിറ്റി അല്ലേ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. എത്ര ഡിസ്റ്റൻസ് കറങ്ങി? ഇങ്ങനെ വട്ടത്തിലാണ് കറങ്ങുന്നത്, അതാണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. വട്ടത്തിൽ കറങ്ങുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? 2πr ആണ്. 2πr ആണ് നമ്മുടെ ഡിസ്റ്റൻസിലെ ചുറ്റളവ് എന്ന് പറയുന്നത്, സർക്കംഫറൻസ്. ഓക്കെ, അപ്പോൾ അതാണ് അത് കറങ്ങുന്ന വെലോസിറ്റി. ഇങ്ങനെ ഇതിൻ്റെ വെലോസിറ്റി, കറങ്ങുന്നതിൻ്റെ വെലോസിറ്റി അല്ലേ ചോദിച്ചത്. അപ്പോൾ കറങ്ങുന്ന ഡിസ്റ്റൻസ് ബൈ ടൈമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിവിടെ 2πr/t ആണ് നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. വെലോസിറ്റി 2πr എന്ന് പറഞ്ഞാൽ കറങ്ങാൻ എന്താ? ഇത് സർക്കുലറായിട്ടാണ് കറങ്ങുന്നത്. അപ്പോൾ r നമുക്കറിയാം. അപ്പോൾ 2π ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2π × 3.8 × 10⁸ ഡിവൈഡഡ് ബൈ ടി. ടി എന്ന് പറഞ്ഞാൽ ടൈമാണ് അല്ലേ. ടൈം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 27.3 ഡേയ്സ്. നമുക്ക് സെക്കൻഡിലാണ് വേണ്ടത്. സോ 27.3 ഡേയ്സിനെ ആദ്യം മണിക്കൂറിലേക്ക് മാറ്റാൻ × 24, കാരണം ഒരു ദിവസം 24 മണിക്കൂറാണ്. അപ്പോൾ 27.3 ദിവസം × 24, അത് മണിക്കൂറിലേക്ക് മാറ്റി. മിനിറ്റിലേക്ക് മാറ്റാൻ × 60, സെക്കൻഡിലേക്ക് മാറ്റാൻ × 60 വീണ്ടും. സോ 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഇതെന്തിൽ കിട്ടി? മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള കണക്കിൽ കിട്ടി. ഈ കിട്ടിയ വെലോസിറ്റിയുടെ വാല്യൂ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കിട്ടുന്നു. ഓക്കെ, സംഭവം സിമ്പിളാണ്. ഒന്നുകൂടെ പറയാം. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കാണാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ വി സ്ക്വയർ ബൈ ആർ ആണ്. ആർ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, വി തന്നിട്ടില്ല. പക്ഷേ വി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സർക്കുലർ ഓർബിറ്റിൽ കറങ്ങുന്നതുകൊണ്ട് എന്താ? ഡിസ്റ്റൻസ് ചുറ്റളവാണ് 2πr ഡിവൈഡ് ബൈ ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ഇവിടെ തന്നിട്ടുണ്ട് 27.3 ഡേയ്സ്. അതിന് സെക്കൻഡിലേക്ക് മാറ്റുക. 2πr കണ്ടുപിടിച്ചാൽ അത് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എ സ്ട്രിങ് ക്യാൻ സസ്റ്റൈൻ എ മാക്സിമം ടെൻഷൻ ഓഫ് 100 Newton വിത്തൗട്ട് ബ്രേക്കിംഗ്. ഒരു സ്ട്രിങ് ഉണ്ട്, ഒരു ചരടാണ്. ഇതാണ് ചരട്, ഒരു കയറോ ചരട് എന്തെങ്കിലും. അത് പിന്നെ പൊട്ടാതെ അതിന് മാക്സിമം താങ്ങാൻ പറ്റുന്ന ടെൻഷൻ എന്ന് പറയുന്നത് 100 Newton ആണ്. മാസ് ഓഫ് അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മാസ് ഓഫ് 1 kilogram ഈസ് അറ്റാച്ച്ഡ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ് 1 meter ലോങ്. അപ്പോൾ ഇതിൻ്റെ നീളം എത്രയാണ്? 1 meter ആണ്. ഇതിൻ്റെ എൻഡിലൊരു 1 kilogram മാസ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് അത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കറക്കുകയാണ്. ഫൈൻഡ് ഔട്ട് ദ മാക്സിമം നമ്പർ ഓഫ് റെവല്യൂഷൻസ് പോസിബിൾ പെർ സെക്കൻഡ്. മാക്സിമം നമ്പർ ഓഫ് റെവല്യൂഷൻസ്, എത്ര തവണ ഇതിങ്ങനെ കറങ്ങും പെർ സെക്കൻഡ്. റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണ് ചോദിച്ചത്. റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം എത്ര തവണ ഇത് പൊട്ടാതെ മാക്സിമം ടെൻഷൻ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? ഈ 100 Newton. ഈ മാക്സിമം ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. സെൻട്രിപിറ്റൽ ഫോഴ്സിനെ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ mv²/r എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്തെടുത്തു? 100 Newton ആണെന്ന് എടുത്തു. ഇവിടെ നിന്നൊരു കാര്യം നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. എം എന്ന് പറഞ്ഞാൽ 1 kilogram, ആർ എന്ന് പറഞ്ഞാൽ 1 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ എമ്മും ആറും 1 ആയി പോയി. ബാക്കി v² = 100. v = എത്ര കിട്ടും? v = 10 എന്ന് കിട്ടും. v = 10. അപ്പോൾ വെലോസിറ്റി 10 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് എന്താ? നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് ഔട്ട് ദ മാക്സിമം നമ്പർ ഓഫ് റെവല്യൂഷൻസ് പോസിബിൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ് നമ്മളോട് ചോദിച്ചത്. ഫ്രീക്വൻസി, റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒമേഗ എന്ന് പറയുന്ന സംഭവമില്ലേ നമ്മൾ പഠിച്ച്? ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ വെലോസിറ്റി. ഇത് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, 2πf ആണ്. അതേപോലെ ഒമേഗ കാണാൻ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഒമേഗ എന്ന് നമ്മൾ വി കാണാനുള്ള ഇക്വേഷനാണ് r × ഒമേഗയാണ് എന്ത്? വി എന്ന് പറയുന്നത്. r × ഒമേഗയാണ് വി. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? വി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വി കിട്ടിക്കഴിഞ്ഞാൽ ഈ ആറിനെ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആറിനെ ഇവിടെ നിന്ന് വെട്ടിയിട്ട് ഡിവൈഡഡ് ബൈ ആർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഒമേഗ കിട്ടി. സോ ഒമേഗ = v/r. ഒമേഗ = v/r ആണ്. ഒമേഗ = 2πf ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒമേഗ = v/r, ഒമേഗ = 2πf. അപ്പോൾ v/r-ഉം 2πf ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് എഫ് കണ്ടുപിടിക്കാം, ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അതവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? v/r ആണ്. v എന്ന് പറഞ്ഞാൽ 10 ആണ്, r എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 10 radian/s എന്ന് കിട്ടി. എന്ത്? ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ ഓൾസോ 2πf എന്ന് പറഞ്ഞ ഇക്വേഷനുണ്ട്. അതിൽ നിന്ന് f = എന്ത് കിട്ടി അല്ലേ? ഇവിടുന്ന് f = ω/2π എന്ന് കിട്ടുമല്ലേ? ഒമേഗ എത്ര കണ്ടുപിടിച്ചത്? 10/2π. അപ്പോൾ എത്ര കിട്ടും? 1.6. ഫ്രീക്വൻസി ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് ഹെഡ്സ്. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
എ പാർട്ടിക്കിൾ ഓഫ് മാസ് 2 കിലോഗ്രാം ഈസ് റിവോൾവിംഗ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി പൈ റേഡിയൻ പെർ സെക്കൻഡ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് 20 ന്യൂട്ടൺ. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്. ഒരു സാധനം ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഒരു പാർട്ടിക്കിൾ 2 കിലോഗ്രാം മാസുള്ളൊരു പാർട്ടിക്കിൾ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നുണ്ട്. ആംഗുലർ ഏത് വെലോസിറ്റിയോട് കൂടിയ ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് പറഞ്ഞാൽ എത്രയാണ്? പൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പൈ റേഡിയൻ പെർ സെക്കൻഡ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എത്രയാണ് തന്നിട്ടുള്ളത്? എന്താ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ 3 ഇക്വേഷൻ ഉണ്ട്. mv²/r mr ω², mv ഒമേഗ. അപ്പോൾ നമുക്ക് ഏതാണ് ആവശ്യമുള്ള അതിനനുസരിച്ച് എടുക്കുക. ഇവിടെ ചോദിച്ചത് എന്താ? റേഡിയസ് ഓഫ് ഓർബിറ്റ് കാണണം. നമുക്ക് ഏതാ തന്നത്? ആംഗുലാർ വെലോസിറ്റി തന്നിട്ടുണ്ട്. ആംഗുലാർ വെലോസിറ്റി പറഞ്ഞാൽ ഒമേഗയാണ്. അപ്പോൾ ഒമേഗയും തന്നിട്ടുണ്ട്. കാണേണ്ടത് 6 ആണ്. അപ്പോൾ 6 ഒമേഗയ്ക്ക് ഉൾപ്പെടുത്തിയിട്ട്, അതുപോലെ സെൻട്രിപെറ്റൽ ഫോഴ്സ് നിന്ന് 6 ഒമേഗയും സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇക്വേഷൻ ഏതാ? F = mr ω². അപ്പോൾ ഇതിൽ ഒമേഗ തന്നിട്ടുണ്ട്, പിന്നെ ഏതാ തന്നത്? മാസ് തന്നിട്ടുണ്ട് 2 കിലോഗ്രാം. പിന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സ് F തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 6 കണ്ടുപിടിച്ചൂടെ? R = F / m ω². R = F / m ω². F എന്ന് പറഞ്ഞാൽ എത്ര? 20 ന്യൂട്ടൺ. M എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാം. ഒമേഗ എന്ന് പറഞ്ഞാൽ പൈ. അപ്പോൾ ω² π². അത് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി. ഓക്കെ. അടുത്തത്, ഇഫ് എ മാസ് ഓഫ് 3 കിലോഗ്രാം ഈ സസ്പെൻഡഡ് ഓൺ എ സ്ട്രിങ്. ഒരു മാസ് ഒരു ചരടിൽ ഇങ്ങനെ തൂക്കിയിട്ടൊക്കെയാണ്. ഒരു ചെറിയൊരു കല്ലോ എന്തെങ്കിലും ഉള്ളൊരു കല്ലോ എന്തെങ്കിലും ഒരു വസ്തു. അതിൻ്റെ മാസ് എത്രയാണ്? 3 കിലോ ഉള്ള സാധനം ഇങ്ങനെ ഒരു കയറിൽ തൂക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ അത് പൊട്ടും. എപ്പോൾ? സസ്പെൻഡ് സ്ട്രിങ് ഇറ്റ് വിൽ ജസ്റ്റ് ബ്രേക്ക്. അത് അങ്ങനെ പിന്നെ എന്താ പറയുക, മാസ് 3 കിലോ ആണെങ്കിൽ പൊട്ടുന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സ്പീഡ് വിത്ത് വിച്ച് സച്ച് എ സ്ട്രിങ് ഓഫ് ലെങ്ത് 2 മീറ്റർ ക്യാൻ ബി വേൾഡ് ഹൊറിസോണ്ടലി വിത്ത് എ മാസ്. അപ്പോൾ ഞാൻ അതിനെങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ കറക്കാൻ പോകണം. നമ്മളിങ്ങനെ കല്ല് പണ്ടത്തെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. അപ്പോൾ പിന്നെ 3 കിലോഗ്രാം ഇതിൻ്റെ ഇവിടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പൊട്ടും. 3 കിലോഗ്രാം ഇട്ടാൽ പൊട്ടും. അപ്പോൾ നമുക്ക് അത് 3 കിലോഗ്രാം അല്ലാതെ അപ്പോൾ എത്ര വരെ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? എത്ര വെലോസിറ്റിയിൽ, എത്ര ഗ്രേറ്റസ്റ്റ് സ്പീഡിൽ അത് പൊട്ടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സ്പീഡ് വിത്ത് വിച്ച് സച്ച് എ സ്ട്രിങ് ഓഫ് ലെങ്ത് 2 മീറ്റർ ക്യാൻ ബി വേൾഡ് ഹൊറിസോണ്ടലി വിത്ത് എ മാസ് ഓഫ് 1 കിലോഗ്രാം. 1 കിലോഗ്രാം മാസ് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഏതാണ് മാക്സിമം അലോഡ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ തന്നിട്ടുള്ളത് മാസാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഫോഴ്സാണ് വേണ്ടത്. മാക്സിമം ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് കാണാൻ മാസിൻ്റെ ആക്സലറേഷൻ ഇവിടെ തൂക്കിയിട്ട് താഴേക്കാണ്. അപ്പോൾ mg ആണ് അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്, mg. അപ്പോൾ അത് മറക്കരുത്. നമ്മൾ മാസ് എന്ന് തന്നിട്ടുള്ളൂ, സാധാരണ ഫോഴ്സാണ് തരല് ഇവിടെ. അപ്പോൾ mg വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് കണ്ടുപിടിച്ചു. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അതിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചത്? നമ്മളോട് ചോദിച്ചത് ഗ്രേറ്റസ്റ്റ് സ്പീഡ് ഏതാണ്. അപ്പോൾ സ്പീഡ് ഉൾപ്പെടുത്തിയിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ mv²/r. ഓക്കെ. അതെന്താ വരുന്നത്? ഈ 29.4 കൂടാൻ പാടില്ല. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാം? നമ്മൾ v² കാണാം. v² = r-നെ m-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 29.4 × r/m. r-ൻ്റെ വാല്യൂ എത്ര കൊടുക്കുക? 2 കൊടുക്കുക. m-ൻ്റെ വാല്യൂ എത്ര കൊടുക്കുക? 1 കൊടുക്കുക. ഓക്കെ. അപ്പോൾ v² എത്ര വന്നു? 29.4 × 2/1. അപ്പോൾ അങ്ങനെ v-യുടെ വാല്യൂ അതിൽ നിന്ന് കിട്ടുന്നു. സംഭവം സിമ്പിളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഗ്രേറ്റസ്റ്റ് സ്പീഡ്. ആ ഒരു സ്ട്രിങ്ങിന് 2 മീറ്റർ നീളമുള്ള ആ ഒരു കയറിൻ്റെ അറ്റത്ത് ഈ വെയിറ്റ് ഒരു കിലോഗ്രാം മാസ് വെച്ചിട്ട് എത്ര ഏറ്റവും വലിയ സ്പീഡ് എത്രയിൽ കറക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മളിവിടെ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചിരിക്കുന്നു. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എത്രയാണ്? 29.4 ആണ്. അതെങ്ങനെ കിട്ടിയത്? അതിന് മാക്സിമം താങ്ങാൻ പറ്റുന്നത് ഇത്രയാണ്. അതിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് mv²/r = ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യുക? m 1 ആണ്, r 2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ള മാക്സിമം സ്പീഡിൽ കറങ്ങാൻ മാക്സിമം സെൻട്രിപെറ്റൽ ഫോഴ്സ് അപ്പുറത്ത് കൊടുത്തു, ഇക്വേഷൻ വെച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കിട്ടി. അടുത്ത ചോദ്യം. എ സൈക്ലിസ്റ്റ് നെഗോഷിയേറ്റ്സ് എ കർവ് ഓഫ് റേഡിയസ് 20 മീറ്റർ at a speed of 8 meter per second. Find the inclination of the plane of the cycle to the vertical. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന എക്സാമ്പിളാണ്. അതായത് സൈക്ലിസ്റ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് പോവുക, നേരെ ഇങ്ങനെ പോവാതെ. അപ്പോൾ ആ എത്രത്തോളം ഇൻക്ലിനേഷൻ, തീറ്റ ആംഗിൾ എത്ര ഉണ്ട്? ഒന്നുമില്ല, നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. tan θ = v²/rg. v എന്ന് പറഞ്ഞാൽ അയാളുടെ വെലോസിറ്റിയാണ്. r എന്ന് പറഞ്ഞാൽ ആ ഒരു കർവിൻ്റെ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർവിൻ്റെ റേഡിയസ് ആണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഇങ്ങനെയുള്ള റോഡാണ്. അപ്പോൾ ഇതിങ്ങനെ ഫുൾ റോഡ് ഇങ്ങനെ കർവാക്കി വരച്ചാൽ അതിൻ്റെ റേഡിയസ് അതാണെന്ത് 6. ഓക്കെ. അപ്പോൾ അതേപോലെ ജി എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ തന്നിട്ടുണ്ട് സ്പീഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ വി കിട്ടി. എത്ര ഫൈൻഡ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ സൈക്കിൾ ടു ദ വേർട്ടിക്കൽ. അപ്പോൾ വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട് റേഡിയസ് 20, അതപ്പോൾ 6 കിട്ടി. പിന്നെ ജി നമുക്കറിയാം 9.81 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസർ കിട്ടി. അപ്പോൾ ടാൻ തീറ്റ കിട്ടി. നമുക്ക് ടാൻ തീറ്റ അല്ലേ വേണ്ട, ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ആംഗിളാണ്. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ ടാൻ ഇൻവേഴ്സ്. അപ്പോൾ അത് കിട്ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് ആ തിയറിയിലൂടെ പറയാൻ വിട്ടുപോയതാണ്. ഇക്വേഷൻ അതിൻ്റെ കൂടെ എഴുതി വെക്കുക. അപ്പോൾ ഇത് എന്തിൻ്റെയാണ്? സൈക്ലിസ്റ്റ് എത്ര ഇൻക്ലൈൻ ചെയ്യണം. ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ റോഡിൻ്റെ എത്ര റോഡിൻ്റെ ഔട്ടർ എഡ്ജ് എത്ര റൈസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ ഇക്വേഷനാണ്. ഇതേ ടാൻ തീറ്റ കണ്ടിട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരാനുണ്ട്. അത് വരുമ്പോൾ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പറഞ്ഞ പോലത്തെ സെയിം ഇത് വെച്ചിട്ടുള്ള ചോദ്യമാണ്. എ ലോക്കോമോട്ടീവ് ഈസ് ഇൻറ്റൻഡഡ് ടു ട്രാവൽ അറൗണ്ട് എ കർവ് ഓഫ് 100 മീറ്റർ റേഡിയസ് at a speed of 72 km per hour. If the gauge of rail is 1.4 meter, by how much must be the outer rail be raised above the level of the inner rail in order that there is no thrust between flanges of the outer wheels and the അതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ചോദ്യം നോക്കുക. ഒരു ലോക്കോമോട്ടീവ് റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഒരു കർവ്, അതിൻ്റെ റേഡിയസ് 100 മീറ്റർ ആണ്, അതിൻ്റെ സ്പീഡ് 72 km/h ആണ്. ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റോഡാണെങ്കിൽ ആ റോഡിൻ്റെ വീതിനെയാണ് ഗേജ്, അല്ല ഇപ്പോൾ റെയിൽപ്പാളാണെങ്കിൽ റെയിൽപ്പാളത്തിൻ്റെ വീതിനെയാണ് ഗേജ് എന്ന് പറയുക. അത് തന്നിട്ടുണ്ട്. ഔട്ടർ റെയിൽ എത്ര ഉയർത്തണം, അതാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ റോഡിൻ്റെ കേസ് സെയിം സംഭവം തന്നെ. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഇത് ഇന്നർ എഡ്ജ്, ഇതിങ്ങനെ പോകുന്ന ഒന്നുകൂടെ മാറ്റി വരയ്ക്കാം. ഇത് ഇന്നർ എഡ്ജ്, ഇതിങ്ങനെ ഔട്ടർ എഡ്ജ് എത്രത്തോളം പൊക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ പൊക്കുന്ന ആംഗിൾ തീറ്റ, ഇത് ഗേജ് നമ്മുടെ വീതി, നമ്മുടെ പൊക്കണ ഹൈറ്റ്, അതിന് എച്ച് എന്നും ഇതിനെ ഡി എന്നും പറയാം. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ എന്താ v²/rg ആണ്. മാത്രമല്ല ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് ടാൻ തീറ്റ എന്ത് കിട്ടും? ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. അപ്പോൾ h/d, ഇതാണ് എച്ച്, ഇത് ഡി. ഓക്കെ. ഹൈറ്റ് ബൈ ആ ഒരു ഗേജ് അല്ലേ. അപ്പോൾ h/d ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ v²/rg എന്നുണ്ട്, ടാൻ തീറ്റ പറഞ്ഞാൽ h/d എന്നുണ്ട്. അപ്പം h/d ഈസ് ഈക്വൽ v²/rg എന്ന് എഴുതാം. നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? എത്ര ഹൈറ്റ് ഉയർത്തി, h ആണ് കാണേണ്ടത്. അപ്പോൾ h എന്ന് പറഞ്ഞാൽ എന്താ v²/rg × d എന്ന് കിട്ടി അല്ലേ. അപ്പോൾ v² തന്നിട്ടുണ്ട്, സ്പീഡ് 72, 6 റേഡിയസ് തന്നിട്ടുണ്ട്, എത്രയാണ് 100 മീറ്റർ റേഡിയസ്. അപ്പോൾ അതും കിട്ടി. g 9.81, d എന്ന് പറഞ്ഞാൽ എത്ര 1.4, അതിൻ്റെ ഇതും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്രയായി ആൻസർ കിട്ടി, എത്ര ഹൈറ്റ് വേണമെന്നുള്ളത്. അപ്പോൾ സൈക്ലിസ്റ്റിൻ്റെ ചോദ്യം